ഹായ്. മൂൺ വാക്ക് ഡയറക്റ്റഡ് ബൈ വിനോദ് AK. എനിക്ക് തോന്നുന്നു അങ്കമാലി ഡയറീസിന് ശേഷം ഒരു സിനിമയിലെ എല്ലാ ന്യൂ കമേഴ്സും, ഈ സിനിമയിൽ മൊത്തം ന്യൂ കമേഴ്സാണ് അഭിനയിച്ചിട്ടുള്ളത്, എല്ലാ ആൾക്കാരും ഈ രീതിയിൽ എല്ലാ വന്നവനും പോയവനൊക്കെ തകർത്തിട്ട ഒരു സിനിമ മലയാളത്തിൽ ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഇത് മലയാളത്തിൽ ശരിക്കും ഒരു ബെഞ്ച് മാർക്ക് മൂവിയാണ്. അതിന് കാരണം എന്ന് പറയുന്നത്, മലയാളത്തിൽ ഈ ഡാൻസ് ഡ്രാമ അല്ലെങ്കിൽ ഈ മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള പടങ്ങളൊക്കെ ഇതിന് മുമ്പും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അങ്ങനെയുള്ള സിനിമകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതൊരു സെർട്ടൻ ക്ലാസ്, പ്രത്യേകിച്ച് ഒരു ഹൈ ക്ലാസ് ടീമിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമകളൊക്കെ ആയിരിക്കും. അതായത് ഈ ക്ലാസിക്കൽ ഡാൻസ്, അതുപോലെ കഥകളി, ഭരതനാട്യം, അമ്മാതിരി പടങ്ങളാണ് ഇതുവരെ വന്നിട്ടുള്ളത്. പക്ഷെ അതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 80s 90s കാലഘട്ടത്തിൽ കേരളത്തിലെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ, കേരളത്തിലെന്നല്ല പൊതുവെ ഇന്ത്യയിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ഈ ഒരു വെസ്റ്റേൺ മ്യൂസിക്, വെസ്റ്റേൺ സ്റ്റൈൽ ഓഫ് ഡാൻസ്, അതായത് ബ്രേക്ക് ഡാൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള ഒരു വണ്ടർഫുൾ മൂവി. അതായത് വെൽ റിട്ടൺ ആയിട്ടുള്ള, വെൽ മെയ്ഡഡ് ആയിട്ടുള്ള ഒരു കിടിലം പടമാണ് മൂൺ വാക്ക് എന്ന് പറയുന്നത്. സോ ആ ടൈറ്റിൽ തന്നെ മൂൺ വാക്ക് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം വരുന്നത് മൈക്കിൾ ജാക്സനെയാണ്. പക്ഷെ ഇത് മൈക്കിൾ ജാക്സണുള്ള ഒരു ട്രിബ്യൂട്ട് അതിനൊക്കെ അങ്ങനെയും കാണാം. പക്ഷെ അതിനൊക്കെ ഉപരി ആ ഒരു കാലഘട്ടമുണ്ട്, 80s 90s ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, ആ ഒരു എറ, അതിന് കൊടുക്കുന്ന ഒരു വലിയ ട്രിബ്യൂട്ട് പോലെയാണ് എനിക്ക് ഈ സിനിമ ഫീൽ ആയിട്ടുള്ളത്. ഇത് കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഞാൻ കണ്ടത്. പക്ഷെ ഇത് കണ്ടിട്ടില്ലായിരുന്നെങ്കിലില്ലേ ഒരു വലിയ നഷ്ടമായി പോയാണ്. പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഒരു എന്താണ് ഹാർട്ട്ഫുൾനെസ് ഉണ്ട്, ഒരു വാവ്, ഒരു കിടിലം പടം കണ്ടെന്നൊരു തോന്നലുണ്ട്. അതും ഒരു എന്താണ് ഡെബ്യൂ ഡയറക്ടറുടെ, പുതിയ ഡയറക്ടേഴ്സിന്റെയും പുതിയ എന്താണ് ആർട്ടിസ്റ്റുകളുടെയും സിനിമയാണ്. അത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്. ഒരു വണ്ടർഫുൾ മൂവിയാണ്. ഈ പടത്തിന്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ്, അല്ലെങ്കിൽ നമുക്ക് കാണുമ്പോൾ നമ്മൾ ഇത്രയും പിടിച്ചിരുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പടത്തിന്റെ മ്യൂസിക്കാണ്. പ്രശാന്ത് പിള്ളയാണ് ഇതിന്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. സോ പ്രശാന്തിന്റെ വർക്കിൽ നോക്കിക്കഴിഞ്ഞാൽ അധികം ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ പടങ്ങളിലാണ് ഇദ്ദേഹം വർക്ക് ചെയ്യുക. സ്റ്റാർട്ടിങ് തൊട്ട് നായകൻ മൂവി തൊട്ട് ഇങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡിഫറെന്റ് ടോണാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. സാധാരണ നമ്മൾ മലയാളത്തിൽ കേട്ട് വരുന്നൊരു ട്രാക്ക് ഒന്നുമല്ല. എനിക്ക് തോന്നുന്നു 2009 2010 നായകൻ വരുന്നത്. ആ ഒരു പടം നമ്മൾ TV-യിൽ അതിന്റെ പാട്ടൊക്കെ കേൾക്കുന്ന സമയത്ത് തന്നെ ഇതെന്താണ് ഇങ്ങനത്തെ ഒരു മ്യൂസിക്, ഡിഫറെന്റ് ആയിട്ടുള്ള മ്യൂസിക്, ഡിഫറെന്റ് ആയിട്ടുള്ള ടോണെല്ലാം അദ്ദേഹം യൂസ് ചെയ്യുക. പക്ഷെ നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു അഡിക്ഷൻ ഫീൽ ചെയ്യും മ്യൂസിക്കിനോട്. എനിക്ക് തോന്നുന്നു പ്രശാന്ത് പിള്ളയിൽ നിന്നാണ് പിന്നീട് ഈ ഒരു ടൈപ്പ് ഓഫ് മ്യൂസിക് ഇങ്ങനെ വന്നത്. പിന്നീട് ജേക്സ് ബിജോയ് അങ്ങനെയുള്ള കുറെ ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് എന്നെല്ലാം പറയുന്നത് ശരിക്കും പ്രശാന്ത് പിള്ളയാണ്. അദ്ദേഹത്തിന്റെ ഒരു കിടിലം വർക്ക് എന്ന് വെച്ചാൽ ഒരു ഗോഡ് മോഡലാണ് ഈ പടത്തിന്റെ പല ട്രാക്കുകളും ചെയ്തു വെച്ചിട്ടുള്ളത്. അസാധ്യമായിട്ടുള്ള വർക്കായിരുന്നു അദ്ദേഹത്തിന്റെ, ഒരു കിടിലം പടം. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഈ പടത്തില് സിജു കുട്ടപ്പൻ എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ലാസ്റ്റ് ഒരു 15 മിനിറ്റ് 10 മിനിറ്റ് പ്രകടനം ഉണ്ടല്ലോ, അത് അന്യായമായിരുന്നു. അതായത് ഒരാർട്ടിസ്റ്റ് മാത്രമല്ല, ഈ സിനിമയിലെ എല്ലാ ആർട്ടിസ്റ്റുകളും അടിപൊളിയാണ്. പക്ഷെ അവസാന മൊമെന്റിൽ ആ ഒരു 15 മിനിറ്റ് സിജു കുട്ടപ്പന്റെ അന്യായമായിട്ടുള്ള പ്രകടനമായിരുന്നു, കലക്കി. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പടത്തില് എല്ലാ ആർട്ടിസ്റ്റുകളും, അതായത് ആക്ടേഴ്സ്, ഡാൻസേഴ്സ് ആയിട്ട് അഭിനയിക്കുന്ന എല്ലാ ആർട്ടിസ്റ്റുകളും ഫിസിക്കലി ഫിറ്റ് ആയിരുന്നു എന്ന് മാത്രമല്ല, അതിലെ പക്ക ഡാൻസേഴ്സ് തന്നെയാണ്. അതായത് ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ്, നമുക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മളെപ്പോലെ തന്നെയുള്ള ആൾക്കാരാണ് ഈ സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളും. കിടിലമായിട്ടുള്ള വർക്കായിരുന്നു. പിന്നെ ഈ പടത്തിൽ ശരിക്കും ഇന്റർവെല്ലിന്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ഒറ്റയിരിപ്പിന് കണ്ടുതീർക്കാൻ പറ്റുന്ന ഒരു പടമാണ്. 119 മിനിറ്റ്, 2 മണിക്കൂർ തികച്ചില്ല, 119 115 മിനിറ്റ് മറ്റേ ഉള്ളൂ പടത്തിന്റെ ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഈ പടത്തിൽ 80s 90s ആ ഒരു കാലഘട്ടമാണ് റീക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ആ വർക്ക് ഉണ്ടല്ലോ അന്യായമാണ്. കാരണം കാണുമ്പോൾ നമുക്ക് സിമ്പിളായി തോന്നുമെങ്കിൽ പോലും അത് ആ ഒരു കാലഘട്ടം റീക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല. അത് ഈ വെറും കോസ്റ്റ്യൂമും ഹെയർ സ്റ്റൈലും മാത്രമല്ല, എല്ലാം നമ്മൾ ചുറ്റുപാടും കാണുന്ന എല്ലാ കാര്യങ്ങളും 90s ആണ് ശരിക്കും. അതായത് നമ്മുടെ ടെക്നോളജിക്കലായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും, പിന്നെ അതൊരു കൾച്ചർ ഉണ്ട്. അതായത് നമ്മൾ ഈ ആകാശവാണിയിലേക്ക് കത്തെഴുതിയിട്ട് പാട്ട് ചോദിക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്. പിന്നീട് നമ്മുടെ ഒരു ചെറുപ്പകാലം സമയത്ത് പിന്നെ TV-യിലേക്ക് വിളിച്ച് പാട്ട് ചോദിക്കുന്ന പരിപാടികളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പോലും നമ്മളൊരു പാട്ട് റിക്വസ്റ്റ് ചെയ്ത് അതിനുവേണ്ടി കാത്തിരിക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഈ സിനിമ കാണുന്ന സമയത്ത് ശരിക്കും ഫീൽ ആവും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ സിനിമയിലെ ആർട്ടിസ്റ്റുകളുടെ പ്രകടനമാണ്. എല്ലാ ആൾക്കാരും തകർത്തിട്ടുണ്ട്. ഒരിക്കലും ഒരു ന്യൂ കമർ വന്നിട്ട് ഇങ്ങനെ ക്യാമറയുടെ മുമ്പിൽ ഇങ്ങനെ അഭ്യാസം കാണിക്കുന്ന പോലെ നമുക്ക് തോന്നില്ല. വളരെ ഫ്രഷ് ആയിട്ടുള്ള അഭിനയമാണ്. പക്ഷെ നമുക്ക് പരിചിതമാണ്, നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാർ ബിഹേവ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഈ സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളും ബിഹേവ് ചെയ്ത് പോയിട്ടുള്ളത്. എല്ലാ ക്യാരക്ടേഴ്സിനും വ്യക്തമായിട്ടുള്ളൊരു ക്യാരക്ടർ ആർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഞാൻ നേരത്തെ ഒരു ക്യാരക്ടറിന്റെ കാര്യം പറഞ്ഞില്ല, ഒരു സിജു കുട്ടപ്പൻ അഭിനയിക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്, സുര എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ആ കഥാപാത്രത്തിനെ നമ്മൾ ആദ്യം കാണുന്ന സമയത്ത് വളരെ സിമ്പിൾ ആയിട്ട് തോന്നും. അതായത് എന്തോ ഒരു വഴി
വഴിപോക്കനെ പോലെയൊക്കെ നമുക്ക് തോന്നും. അത്ര വലിയ പ്രാധാന്യം ഇല്ലാത്ത ഒരാളെ പോലെ തോന്നും. പിന്നെ സുരയുടെ ഒരു ക്യാരക്ടർ ആർക്കുണ്ട്, ഈ ക്യാരക്ടർ ഇങ്ങനെ മാറി മറിഞ്ഞ് അവസാനത്തിൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്, അത് അന്യായമായിട്ടുള്ള വർക്കാണ്. പിന്നെ ഈ പടത്തിൽ എനിക്ക് ശരിക്കും ഫീൽ ആയ 2-3 മൊമെന്റ് ഉണ്ട്. അത് ഒന്ന്, ഈ പിള്ളേർക്ക്, അതായത് ഈ സുര എന്ന് പറയുന്ന കഥാപാത്രത്തിന് ഒരു ഷൂ കിട്ടുന്ന ഒരു മൊമെന്റ് ഉണ്ട്. അയാൾക്ക് ആദ്യമായിട്ട് ഒരു ഷൂ, അയാളുടെ ഫ്രണ്ട് ഒരു ഷൂ ഇങ്ങനെ കൊടുക്കും. ആ ഷൂ ഇയാൾ കഴുകി വൃത്തിയാക്കി ഇങ്ങനെ അയാളുടെ വീടിന്റെ പുറത്തിങ്ങനെ വെക്കുന്ന ഒരു സീനുണ്ട്. മറ്റൊന്ന്, ഈ സിനിമയില് ഇവരെ പോലീസുകാർ പിടിച്ചതിന് ശേഷം ഈ പിള്ളേരുടെ മുടി മുറിച്ച് കളയുന്ന ഒരു സീനുണ്ട്. അത് എൻ്റെ അമ്മ, എനിക്കത് ഭയങ്കര പേഴ്സണൽ ആയിട്ട് ഫീൽ ചെയ്യും. കാരണം എനിക്ക് എൻ്റെ ചെറുപ്പത്തിലും എൻ്റെ മുടി മുറിക്കുക വെച്ചാൽ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു. സോ അത് ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള സീനാണ്. നമ്മുടെ ഓരോ മുടി നാരും ഇങ്ങനെ മുറിച്ച് കളയുന്ന സമയത്ത് നമുക്ക് ശരിക്കും കരച്ചിൽ വരും. സോ ഈ ഒരു സീൻ തിയേറ്ററിൽ കാണുന്നത് എനിക്ക് ഒരു ഭയങ്കര ഫീൽ ആയിരുന്നു, ആ മുടി മുറിക്കുന്ന സീന്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ നമ്മൾ ആകാശവാണിയിലേക്ക് വിളിച്ച് പാട്ട് വയ്ക്കുന്ന സീന്. പിന്നെ അവസാനത്തെ ആ 10 മിനിറ്റ് ഒരു ഡാൻസ് ഉണ്ട്, എൻ്റെ അമ്മ. അതെനിക്ക് തോന്നുന്നു 80s 90s കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിന്റെ ഒരു കൾച്ചർ ഉണ്ടല്ലോ, നമ്മളെല്ലാം ഭയങ്കര അഡാപ്റ്റീവ് ആണ്. അതായത് വെസ്റ്റേൺ ആയിട്ടുള്ള കൾച്ചർ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മളെ സ്വാധീനിക്കുന്ന എല്ലാ കൾച്ചറും ഇന്റർനാഷണലി എന്താണോ വൈറലായിട്ടുള്ളത് നമ്മൾ ഒറ്റയടിക്ക് നമ്മൾ അഡാപ്റ്റ് ചെയ്യും. അങ്ങനത്തെ ഒരു സ്വഭാവം നമ്മുടെ ഈ ഒരു ജോഗ്രഫിക്ക് ഉണ്ട്. അത് പണ്ട് തൊട്ടേ അങ്ങനെ തന്നെ ഉണ്ട്. അപ്പൊ ഈ 90s സ്റ്റാർട്ടിങ് 80s അവസാനം എന്നെല്ലാം പറയുന്നത് വെസ്റ്റേൺ മ്യൂസിക്കിന്റെയും വെസ്റ്റേൺ സ്റ്റൈൽ, ഹിപ്പി സ്റ്റൈലിന്റെ ഒക്കെ ഒരു വരവായിരുന്നു. ആ ഒരു സ്റ്റൈല് കേരളത്തിന്റെ കൾച്ചറിനെ എങ്ങനെ മാറ്റി എന്നുള്ളതല്ല, അതെങ്ങനെയാണ് ആ ഒരു സാധനത്തിന് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ശരിക്കും ഈ സിനിമ കണ്ടാൽ മനസ്സിലാകും. പിന്നെ ഈ സിനിമയിലെ ആർട്ടിസ്റ്റുകളെല്ലാം പുതിയ ആൾക്കാരാണ്, ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ ഒരാളുടെ പ്രകടനവും നമുക്കങ്ങനെ ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള, അതായത് ഒരു ബിഗിനർ ലെവൽ അഭിനയം പോലെ നമുക്ക് തോന്നില്ല. വന്നവരെല്ലാം വന്ന് തകർത്തിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിലെ കോ ഡാൻസർ എന്നല്ല, അവരുടെ മറ്റു ട്രൂപ്പുകൾ ഉണ്ടാവുമല്ലോ, ഓപ്പോണന്റ് ആയിട്ട് അഭിനയിക്കുന്ന, ഓപ്പോണന്റ് ആയിട്ടുള്ള ട്രൂപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരെല്ലാം ശരിക്കും ഒരു ഡാൻസ് അല്ലെങ്കിൽ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. സിനിമയിലല്ല, ഈ കഥയിൽ കാണിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ അധികം ഈ ഡാൻസ് ഡ്രാമ അല്ലെങ്കിൽ മ്യൂസിക് ഡ്രാമയിലൊക്കെ കണ്ടിട്ടുള്ളത് നമ്മുടെ ഓപ്പോണന്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ നമ്മളോട് വല്ലാണ്ട് വൈരാഗ്യവും മറ്റതെല്ലാം കാണിക്കും. മനസ്സിലായില്ല? അതായത് ഈ കല അല്ലെങ്കിൽ ഈ ആർട്ട് എന്നതിലുപരി പലരും പേഴ്സണലായിട്ട് ഒന്ന് ഹർട്ട് ചെയ്യുക അല്ലെങ്കിൽ പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യുക, അങ്ങനെ ഒരു സാധനം നോർമലായിട്ട് നമ്മൾ എല്ലാ സിനിമയിലും കണ്ടുവരുന്നുണ്ട്. പക്ഷേ ഇതില് ഡാൻസിനെ പക്ക ഡാൻസ് ആയിട്ട് തന്നെ കാണുന്നത്, അല്ലാതെ വലിയ എനിമിറ്റി ഒന്നും ഈ കഥയിലൊന്നും കണ്ടുവരുന്നില്ല. എനിക്ക് തോന്നുന്നു അത് വലിയ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് റിയൽ ലൈഫിലും അങ്ങനെ തന്നെയാണല്ലോ, വളരെ അപൂർവമായിട്ട് നമുക്ക് പല ആൾക്കാരുടെ ദേഷ്യം തോന്നുമെങ്കിൽ പോലും ഡാൻസ് അല്ലെങ്കിൽ സ്പോർട്സ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ആ ഒരു സ്പോർട്സ് അല്ലെങ്കിൽ ആ ഒരു ആർട്ട് ഫോം കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് വലിയൊരു എനിമിറ്റി ഒന്നും തോന്നാറില്ല. ആ ഒരു കാര്യം നല്ല രീതിയിൽ തന്നെ സിനിമയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് ഈ പടത്തിന്റെ അവസാനം ഒരു വലിയ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. ആ കോമ്പറ്റീഷനിൽ എല്ലാ ട്രൂപ്പും കളിച്ചിട്ടുള്ള ഡാൻസും ഗംഭീരമായിരുന്നു. പിന്നെ മൂൺ വാക്കർ എന്ന് പറയുന്ന സാധനം ഈ പടത്തിന്റെ അവസാനമാണ് വരുന്നത്, അല്ലാതെ തുടക്കം മുതലേ ഈ മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്ന സാധനം പറഞ്ഞു വരുമൊന്നുമില്ല. അവസാനത്തെ ഒരു 5 മിനിറ്റിലാണ് ഈ മൂൺ വാക്ക് എന്ന് പറയുന്ന സാധനം അവർ ഈ പടത്തിൽ ചെയ്തു വെച്ചിട്ടുള്ളത്. അത് കാണുമ്പോൾ നമുക്ക് ദിസ് ഈസ് മൂവി എന്നുള്ള ആ ഒരു ഫീൽ നമുക്ക് വരും. സോ ഈ പടം കണ്ടില്ലായിരുന്നെങ്കിലില്ലേ വലിയൊരു നഷ്ടമാണ്. വിനോദ് AK-യുടെ ആദ്യത്തെ സിനിമയാണ്. എനിക്ക് തോന്നുന്നു ഈ ഡയറക്ടർക്ക് കുറച്ചുകൂടി കിടിലം ആയിട്ടുള്ള വർക്കുകൾ അല്ലെങ്കിൽ ആരും പറയാത്ത കഥകൾ മലയാളത്തിൽ ചെയ്തു വെക്കാൻ വേണ്ടി പറ്റും. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ പടം എനിക്ക് തോന്നുന്നു കുറച്ച് നാൾ മുമ്പേ ഷൂട്ട് ചെയ്ത് വെച്ച പടമായിരുന്നു. ഇത് തിയേറ്ററിലേക്ക് എത്തിച്ചത് ശരിക്കും ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ്. ഈ പടം അങ്ങനെ കൊണ്ടുവരാനായിട്ട് നല്ലൊരു എഫേർട്ട് ഉണ്ട്. അത് നന്നായി, കാരണം നമുക്കൊരു കിടിലം പടം തിയേറ്ററിൽ കാണാൻ വേണ്ടി പറ്റി. വണ്ടർഫുൾ ആയിട്ടുള്ള മൂവി കിട്ടും. ഈ പടം ആരെങ്കിലും കാണാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, സിനിമാ പ്രാന്തന്മാരായിട്ടുള്ള ആൾക്കാർ കാണാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മസ്റ്റ് വാച്ചാണ്. ഇത് കണ്ടില്ലെങ്കിൽ വലിയ നഷ്ടമാണ്. എനിക്ക് തോന്നുന്നു 2025 വൺ ഓഫ് ദി ബെസ്റ്റ് മൂവി തിയേറ്ററിൽ കാണാൻ പറ്റിയ ഒരു കിടിലം പടമാണ് മൂൺ വാക്കർ. കിടിലം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പടം.